വാസിഷ്ഠസുധ, യോഗവാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് തുടരുന്നു. ഉപശമപ്രകരണം, 10ാം സർഗം, ആകാശഗത്യഭാവാദി നിരൂപണം, പേജ് 278, 239 ശ്ലോകം. ന ബഹിർനാന്തരേ കിഞ്ചിത് സംവേദ്യം വിദ്യത്തെ പൃഥക് സംവിത് സ്ഫുരതി സങ്കൽപ്യ സംവേദ്യം പശ്യതി സ്വതഃ. അകത്തോ പുറത്തോ ബോധത്തോടു കൂടിയല്ലാതെ ദൃശ്യമൊന്നും തന്നെ നിലനിൽക്കുകയില്ല. ബോധം സങ്കൽപ്പിച്ച് സ്വയം തന്നെ തന്നെ ദൃശ്യമായി കാണുന്നു. ഇതാണ് വസ്തുസ്ഥിതി. ഏതു ദൃശ്യത്തെയും വിശകലനം ചെയ്താൽ ബോധത്തിൽ പര്യവസാനിക്കുമെന്ന് നാം മുൻപ് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ബോധമാണ് ദൃശ്യാകാരം കൈക്കൊള്ളുന്നത്. സ്വപ്നാനുഭവം ഇക്കാര്യം സ്പഷ്ടമായി തെളിയിക്കുന്നു. സ്വപ്നത്തിൽ ഒരാൾ താൻ മരിക്കുന്നതായി അനുഭവിക്കുന്നു. അങ്ങകലെ ഏതോ ദേശത്തെത്തി നിൽക്കുന്നതായി അനുഭവിക്കുന്നു. ഇതൊക്കെ അവനവനെ തന്നെ മാറ്റിമറിച്ച് കാണുന്നതാണെന്ന് വ്യക്തമാണല്ലോ. ഇതുപോലെ ബോധം തന്നെ തന്നെ മാറ്റിമറിച്ച് കാണുന്നതാണ് ദൃശ്യം. മുൻപ് കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതും എന്തും ഇങ്ങനെ ദൃശ്യരൂപം കൈക്കൊണ്ട് അനുഭവപ്പെട്ടു എന്ന് വരും. മുൻപ് കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതും എന്തും ഇങ്ങനെ ദൃശ്യരൂപം കൈക്കൊണ്ട് അനുഭവപ്പെട്ടു എന്ന് വരും. ബോധശക്തിയായ മായ അഘടിത ഘടനാപടീയസിയാണ്. അറിവുള്ളവർ ഇങ്ങനെയുള്ള എല്ലാ ദൃശ്യങ്ങളെയും സങ്കല്പത്യാഗത്തിലൂടെ ഉള്ളിൽ നിന്നും തുടച്ചു മാറ്റണം. ദൃശ്യങ്ങളെ ഒഴിച്ചു മാറ്റാതിരിക്കലാണ് ഒടുങ്ങാത്ത സംസാരബന്ധം. ദൃശ്യങ്ങളെ തുടച്ചു മാറ്റുന്നതാണ് മോക്ഷ അനുഭവം. ജനിച്ചു മരിക്കുന്ന ജീവന് ബാഹ്യദൃശ്യങ്ങൾ ഉണ്ടെന്ന തോന്നലാണ് അനന്ത ദുഃഖത്തിന് വഴി തെളിക്കുന്നത്. ആ തോന്നൽ ഒഴിഞ്ഞു മാറിയാൽ ജനന മരണങ്ങൾ അവസാനിപ്പിച്ച് അനന്ത സുഖം അനുഭവിക്കാം. രാമ, ജഡദൃശ്യത്തെയും ജഡസംബന്ധിയായ ആനന്ദ ആഭാസത്തെയും വെടിഞ്ഞ് മറ്റൊന്നുണ്ടെന്നുള്ള തോന്നൽ ഉപേക്ഷിക്കൂ. ദൃശ്യമില്ലാതെ ഉണർന്ന് വിലസുന്ന ശുദ്ധബോധമാണ് നീ. രാമൻ ചോദിച്ചു, ജഡത്തെ വിട്ട് മറ്റൊന്നിനെ അറിയാനില്ലാതെ വർത്തിക്കുന്ന അനുഭവം പ്രഭോ എങ്ങനെയുള്ളതാണ്? മറ്റൊന്നിനെ അറിയാതിരിക്കുന്നത് കൊണ്ട് ജഡത്വം എങ്ങനെയാണ് മാറിക്കിട്ടുന്നത്? ഒരിക്കൽ കൂടി ചോദ്യം വായിക്കാം. രാമൻ ചോദിച്ചു, ജഡത്തെ വിട്ട് മറ്റൊന്നിനെ അറിയാനില്ലാതെ വർത്തിക്കുന്ന അനുഭവം പ്രഭോ എങ്ങനെയുള്ളതാണ്? മറ്റൊന്നിനെ അറിയാതിരിക്കുന്നത് കൊണ്ട് ജഡത്വം എങ്ങനെയാണ് മാറിക്കിട്ടുന്നത്? വസിഷ്ഠൻ മറുപടി നൽകി, ഏതൊരു ജീവനാണോ പുറമേ ഒന്നിലും താൽപ്പര്യമില്ലാത്തവനും ഒരു ദൃശ്യത്തിലും ചെന്ന് പറ്റി നിൽക്കാൻ മനസ്സിനെ അനുവദിക്കാത്തവനുമായി വർത്തിക്കുന്നത്, ആ ജീവൻ പുറത്തുനിന്ന് ഒന്നും തന്നിലേക്ക് സ്വീകരിക്കുന്നില്ല. ആ ജീവനാണ് മറ്റൊന്നിനെ അറിയാത്തതും ജാഡ്യമില്ലാത്തതുമായ ബോധ അനുഭവം. മറ്റൊന്നിനെ അറിയുകയെന്ന വസ്തു ദൃഷ്ടി ആർക്കില്ലയോ ആ ജീവൻ ജാഡ്യമില്ലാത്ത ശുദ്ധബോധ അനുഭവം തന്നെയാണ്. ആ ജീവൻ ലോകരംഗത്ത് 100 കാര്യങ്ങളിൽ വ്യാപൃതൻ എന്ന പോലെ വർത്തിച്ചാലും ജാഡ്യമില്ലാത്ത ബോധ അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയാകാശം അറിയപ്പെടേണ്ട മറ്റൊന്നിനാൽ കളങ്കപ്പെടുന്നതേയില്ല. അദ്ദേഹം അജഡനാണ്, അറിയാനായി മറ്റൊന്നില്ലാത്തവനാണ്. വസ്തു ഒന്നേയുള്ളൂ എന്നുറപ്പു വന്നവന് വാസന മുഴുവൻ ഒഴിഞ്ഞുപോയ ഹൃദയത്തിൽ അന്യമായി ഒന്നിനെയും ഭാവന ചെയ്യാത്ത ജീവൻ മുക്തൻ. ഒരു കൊച്ചു കുട്ടിയെപ്പോലെയോ ഒരു ഊമയെപ്പോലെയോ ഉള്ളൊതുക്കി ലോകവ്യവഹാരത്തിൽ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ ജഡസ്പർശമില്ലാത്തതും അറിയാൻ മറ്റൊന്നില്ലാത്തതുമായ അനന്ത സത്യം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. അവിടെ ഒരു കളങ്കത്തിനും കയറിച്ചെല്ലാൻ സാധ്യമല്ല. വാസനയെല്ലാം ഒഴിഞ്ഞുമാറിയ ആ സഹജമായ നിർവികൽപ്പ സമാധി അനുഭവത്തിൽ ആകാശത്തിൽ നീലനിറമെന്ന പോലെ ഒടുങ്ങാത്ത ആനന്ദം പ്രസ്ഫുരിക്കാനിടവരുന്നു. അവിടെ ലീനനാകുന്ന മഹായോഗിക്ക് സ്വാനുഭവത്തിൽ സന്ദേഹമില്ലാത്തതുകൊണ്ട് ആനന്ദാനുഭവത്തിൽ തന്മയീഭവിച്ച് അതുപോലും തന്നിൽ നിന്നും ഭിന്നമല്ലാതായിത്തീരുന്നു. അദ്ദേഹം നടന്നാലും നിന്നാലും തൊട്ടാലും മണത്താലും അതൊന്നും അദ്ദേഹത്തിന് മറ്റൊന്നല്ല. അവിടെയൊക്കെ ജഡഭാവമില്ലാതെ
പ്രത്യേകമായ ആനന്ദ അനുഭവമൊക്കെ ഒഴിഞ്ഞു മാറി അദ്ദേഹം സഹജ സുഖാവസ്ഥയിൽ തന്നെ കഴിയുന്നു. രാമ, ഈ ഭാവം അംഗീകരിച്ച് അല്പം യത്നം ചെയ്തിട്ടായാലും ദുഃഖസമുദ്രത്തെ കടന്ന് അപാര ഗുണസാഗരമായ മറുകരയിൽ എത്തിച്ചേരൂ. രാമ, ഈ ദൃശ്യാനുഭവത്തിനെല്ലാം ബീജം ശുദ്ധബോധം ഒന്നു മാത്രമാണ്. ദീപത്തിൽ നിന്നും പ്രകാശമെന്ന പോലെ ബോധത്തിൽ നിന്നും ദൃശ്യാനുഭവം സംഭവിക്കുന്നു എന്നറിഞ്ഞോളൂ. ഇവിടെ ഒരേ സത്തയ്ക്ക് രണ്ട് രൂപമുണ്ടെന്ന് ധരിച്ചോളൂ. ഒന്ന്, ഒരേ ഉണ്മ നാനാരൂപത്തിൽ കാണപ്പെടുന്നു. രണ്ട്, ഒരേ ഉണ്മ ഒരൊറ്റ രൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നു. ഇവിടെ ഒരേ സത്തയ്ക്ക് രണ്ട് രൂപമുണ്ടെന്ന് ധരിച്ചോളൂ. ഒന്ന്, ഒരേ ഉണ്മ നാനാരൂപത്തിൽ കാണപ്പെടുന്നു. രണ്ട്, ഒരേ ഉണ്മ ഒരൊറ്റ രൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നു. ഒരേ ഉണ്മ കുടം, വസ്ത്രം, ഞാൻ, നീ, അത്, ഇത് എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടു കാണുന്നിടത്താണ് നാനാകൃതി കൈക്കൊണ്ട് വിളങ്ങുന്നത്. ഇത്തരം വിശേഷ രൂപങ്ങളൊക്കെ വിട്ട് ഒരു കളങ്കവും പുരളാത്ത ശുദ്ധമായ ഉണ്മയായി ഒന്നായി അനന്തമായി പ്രകാശിക്കുന്നതാണ് ഏകരൂപമായ സത്ത. കാലസത്ത, സൃഷ്ടിസത്ത, പദാർത്ഥസത്ത എന്നിങ്ങനെയുള്ള വിഭാഗ സങ്കല്പങ്ങളൊക്കെ വെടിഞ്ഞ് കേവല സത്താമാത്ര ബുദ്ധി കൈക്കൊണ്ട് നിലകൊള്ളൂ. സ്വരൂപസത്ത തന്നെയാണ് കാലസത്തയെന്ന് തീരുമാനിച്ചുറച്ചാലും സത്തയ്ക്ക് കാലം, സ്വരൂപം എന്നിത്യാദി നാമഭേദങ്ങൾ അവശേഷിക്കുന്നിടത്തോളം അവയെല്ലാം അസത്യപ്രതിഭാസങ്ങളാണെന്നറിയൂ. വിഭിന്ന ശബ്ദങ്ങൾ ഉപയോഗിച്ച് ഒരേ സത്തയെ വകതിരിക്കുന്നതാണ് നാനാത്വ അനുഭവത്തിന് കാരണം. അപ്പോൾ നാനാത്വത്തിലെ വെറും ശബ്ദോപാധികൾ പോലും കളങ്കമാണ്. അതുകൊണ്ട് 240 പദ്യം, സത്താ സാമാന്യമേവൈകം ഭാവയൻ കേവലം വിഭും പരിപൂർണ പരാനന്ദീ തിഷ്ഠാ പൂരിത ദിഗ്ഭരഃ. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന കേവലമായ ഒരേ ഒരു സാമാന്യമായ ഉണ്മയെ ഭാവന ചെയ്യുന്നവനായി പൂർണ്ണമായ പരമാനന്ദ അനുഭവത്തിലെത്തി ദിഗന്ധങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കൂ. ഹേ രാമ, സാമാന്യമായ ആ ഏകസത്തയാണ് എല്ലാറ്റിൻ്റെയും ആദി. ഈ കാണുന്നതിൻ്റെ മുഴുവൻ ബീജം അതാണ്. അതിൽ നിന്നാണ് മറ്റെല്ലാ പ്രവർത്തനവും ആരംഭിക്കുന്നത്. സത്താസാമാന്യമായ ആ പരമകാരണ വസ്തു നിശ്ചലമാണ്. അതിൽ സൃഷ്ടിചലനങ്ങളൊന്നുമില്ല. അതിനാദിയോ അന്തമോ ഇല്ല. അതിന് ബീജമായി മറ്റൊന്നും തന്നെയില്ല. അവിടെ നിലനിൽപ്പ് അവസാനിക്കുന്നു. അത് നിർവികാരമായി നിലകൊള്ളുന്നു. അവിടെ എത്തുന്നയാൾ പിന്നെ ഒരിക്കലും ദുഃഖത്തിന് പാത്രമായി തീരുന്നില്ല. അത് മറ്റെല്ലാ ഹേതുക്കൾക്കും ഹേതു. അതിന് മറ്റൊരു ഹേതുവുമില്ല. എല്ലാ സാരങ്ങളുടെയും സാരം അതാണ്. അതിനപ്പുറം ഒരു സാരവും നിലവിലില്ല. 241 പദ്യം, തസ്മിൻശ്ചിദ്ദർപ്പണേ സ്ഫാരേ സമസ്താ വസ്തുദൃഷ്ടയഃ ഇമാസ്താഃ പ്രതിബിംബന്തി സരസീവ തടദ്രുമാഃ. മറുകര കാണാനില്ലാത്ത സത്താസാമാന്യ രൂപമായ ആ ബോധക്കണ്ണാടിയിലാണ് ഇക്കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒരു തടാകത്തിലെന്ന പോലെ പ്രതിബിംബിച്ചു കാണുന്നത്. അത് നിഷ്കളങ്കമാണ്, ജീർണിക്കാത്തതാണ്. അതുതന്നെയാണ് ആത്മതത്വം. അതിനെ അറിഞ്ഞാൽ ചിത്തം അതോടെ ശാന്തിയിലെത്തും. അനന്തമായ ആ ഏകതത്വസ്വരൂപം നല്ലപോലെ ധരിച്ച് സംസാര ഭയലേശമില്ലാത്ത സ്ഥാനത്തെത്തി ചിരകാലം സുഖമായി വസിക്കൂ രാമ. രാമൻ ചോദിച്ചു, ഭഗവൻ, അങ്ങീ ബീജപരമ്പര എണ്ണി വിശദീകരിച്ചല്ലോ. എന്തു കാര്യം അനുഷ്ഠിച്ചാണ് അതിവേഗം ആ പരമബീജസ്ഥാനത്തെത്തി വിശ്രമിക്കാൻ കഴിയുക? വസിഷ്ഠൻ അരുളി ചെയ്തു, രാമ, ഈ ദുഃഖബീജങ്ങൾ കടന്നു പോകാനുള്ള ഉപായങ്ങൾ ഞാൻ അവിടവിടെ വിശദീകരിക്കുകയുണ്ടായല്ലോ. അതാത് ഉപായങ്ങൾ പ്രയോഗിച്ച് അതാതു ബീജങ്ങളെ ശീഘ്രം കടന്നു പോകാൻ പറ്റും. തത്വജ്ഞനായ അല്ലയോ രാമ, പൗരുഷത്തോടു കൂടിയുള്ള പ്രയത്നമുണ്ടെങ്കിൽ എല്ലാ ഭേദഭാവനകളെയും വെടിഞ്ഞ് ഇതാ ഇപ്പോൾ തന്നെ നിനക്ക് സത്താസാമാന്യമെന്ന ആ പരമപദത്തിലെത്തി നിൽക്കാം. അതിന് ഇവിടെ ഒരു സത്താസാമാന്യമേ ഉള്ളൂ എന്നുറപ്പായി തീരുമാനിക്കുകയല്ലേ വേണ്ടൂ? അതിന് ഇവിടെ ഒരു സത്താസാമാന്യമേ ഉള്ളൂ എന്ന് ഉറപ്പായി തീരുമാനിക്കുകയല്ലേ വേണ്ടൂ? ഉറച്ച തത്വബോധവും പൗരുഷവും ഉണ്ടെങ്കിൽ
ഈ ക്ഷണത്തിൽ തന്നെ അത് തീരുമാനിക്കാം. തീരുമാനത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഈ ക്ഷണം തന്നെ അവിടെ എത്തി നിൽക്കാം. തീരുമാനിച്ചു, അവിടെ എത്തി. പക്ഷേ അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റുമോ? പ്രയത്നം അല്പം കൂടി ഒന്ന് ഉറപ്പിച്ചു ദീർഘിപ്പിച്ചാൽ പിന്നെ അവിടെ തുടരാൻ എന്താണ് പ്രയാസം? അവിടെ എത്തി, പക്ഷേ അവിടെ തുടർന്ന് നിൽക്കാൻ പറ്റുമോ? പ്രയത്നം അല്പം കൂടി ഒന്ന് ഉറപ്പിച്ചു ദീർഘിപ്പിച്ചാൽ പിന്നെ അവിടെ തുടരാൻ എന്താണ് പ്രയാസം? 242 പദ്യം. സംവിത്തത്വ കൃതധ്യാനോ യതി തിഷ്ഠസി രാഘവ തദ്യത്നേനാധികേനോച്ചൈരാസാദയതി തൽപദം. അല്ലയോ രാമ, കേവല ബോധസത്തയിൽ ധ്യാനമുറപ്പു വന്ന് ക്ഷണനേരമെങ്കിലും അവിടെ നിൽക്കാൻ കഴിയുമെങ്കിൽ, അല്പമായ അധികയത്നം കൊണ്ട് ആ ധ്യാനം വിട്ടുപോകാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തുടർന്നും ആ ഉന്നത പദത്തിൽ തന്നെ നിനക്ക് വിരാജിക്കാൻ കഴിയും. രഘുനന്ദന, ഒരു ബാഹ്യദൃശ്യത്തിലും ധ്യാനമുറപ്പിക്കാൻ ശ്രമിക്കരുത്. ഏതെങ്കിലും ബാഹ്യദൃശ്യത്തിൽ ധ്യാനമുറച്ചാൽ അത് വാസനയായി മാറും. കൽപ്പിതങ്ങളായ ഈശ്വര രൂപങ്ങളിലായാൽ പോലും ആ വാസനയെ പിന്നെ പിഴുതെറിയുക സുമേരു പർവ്വതത്തെ പിഴുതെറിയുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും. മതഭ്രാന്തന്മാർ ചെന്നകപ്പെടുന്നത് ഈ വാസനാക്കുരുക്കിലാണ്. മനസ്സ് ശമിക്കുന്നതുവരെ വാസന ക്ഷയിക്കുകയില്ല. രാമ, വാസന ക്ഷയിക്കാത്തിടത്തോളം ധ്യാനമുറയ്ക്കുകയുമില്ല. നേരെ മറിച്ച് ബോധസത്തയിൽ മനസ്സുറപ്പിക്കുന്നയാൾക്ക് വാസനാത്യാഗം വളരെ എളുപ്പമാണ്. ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന വസ്തുവല്ലേ? എവിടെയും ആ സത്യത്തെ തന്നെ ഭാവന ചെയ്താൽ പിന്നെ വാസനയ്ക്ക് എന്ത് പ്രസക്തി? സർവഗതമായ ബോധത്തെ സർവത്ര ഭാവന ചെയ്തുകൊണ്ട് ഭേദവാസനയെ ഒഴിവാക്കാൻ ശ്രമിക്കൂ രാമ. അത് സാധിച്ചാൽ ആദിവ്യാധികളെല്ലാം ക്ഷണത്തിൽ ശിഥിലങ്ങളാവും. മുൻപറഞ്ഞ പല യത്നങ്ങളെക്കാളും ഇത് വിഷമമാണെന്ന് ചിലർ കരുതുന്നു. എന്തുകൊണ്ട്? സുമേരുപർവ്വതത്തെ പിഴുതെറിയുന്നതിനേക്കാൾ വിഷമമാണ് വാസനയെ ത്യജിക്കുക. മനസ്സു ശമിക്കുന്നതുവരെ വാസന ക്ഷയിക്കുകയില്ല. ദൃശ്യസങ്കല്പങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് മനസ്സിൻ്റെ ഉപശമം. ഭേദബുദ്ധിയും രാഗദ്വേഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ് വാസനാക്ഷയം. വാസന ക്ഷയിക്കുന്നതുവരെ മനസ്സും ഉപശമിക്കുകയില്ല. തത്വവിജ്ഞാനം ഉറപ്പു വരുന്നതുവരെ മനസ്സ് ക്ഷയിക്കുകയില്ല. സർവം ബോധമയം എന്നുറപ്പു വരുന്നതാണ് തത്വവിജ്ഞാനം. മനസ്സ് ഉപശമിക്കാതെ തത്വവിജ്ഞാനം ഉറപ്പു വരില്ല. വാസന നശിക്കാതെ തത്വജ്ഞാനം ഉറയ്ക്കുകയില്ല. തത്വജ്ഞാനം ഉറയ്ക്കാതെ വാസന ക്ഷയിക്കില്ല. എന്തിനേറെ തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം ഇവ പരസ്പരം കാരണങ്ങളായി വർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ കൂട്ടിയിണക്കി വാസനാക്ഷയം നേടുന്നത് അത്ര എളുപ്പമല്ല എന്ന് പ്രസ്താവിച്ചത്. 243 പദ്യം. തസ്മാദ്രാഘവയത്നേന പൗരുഷേണ വിവേകതഃ ഭോഗേച്ഛാം ദൂരതഃ കൃത്വാ ത്രയമേതത് സമാശ്രയേത്. അതുകൊണ്ട് അല്ലയോ രാമ, പൗരുഷത്തോടും വിവേകത്തോടും കൂടി യത്നം ആരംഭിക്കൂ. ലൗകിക സുഖഭോഗേച്ഛ ദൂരെ വെടിയൂ. അതിനാണ് പൗരുഷം. എന്നിട്ട് തത്വജ്ഞാനം, മനോനാശം, വാസനാക്ഷയം ഇവ മൂന്നും പ്രയത്നപൂർവം ഒരേ സമയത്ത് അഭ്യസിക്കൂ. ഇവ മൂന്നും ഒരേ സമയത്ത് ഒരുമിച്ച് വീണ്ടും വീണ്ടും നല്ലവണ്ണം പരിശീലിക്കാത്തിടത്തോളം 100 സംവത്സരങ്ങൾ കൊണ്ടും പരമതത്വപ്രാപ്തി എളുപ്പമല്ലെന്നറിയൂ. 244. വാസനാക്ഷയ വിജ്ഞാന മനോനാശ മഹാമതേ സമകാലം സമഭ്യസ്ത ഭവന്തി ഫലദാമുനേഹേ. അല്ലയോ മഹാമതിയായ രാമ, വാസനാക്ഷയം, തത്വജ്ഞാനം, മനോനാശം എന്നിവ മൂന്നും ഒരേ കാലത്ത് വേണ്ട പോലെ അഭ്യസിക്കുകയാണെങ്കിൽ സത്യം കാണാൻ കൊതിക്കുന്ന മുനിക്ക് അവ നല്ല ഫലം ഉളവാക്കുക തന്നെ ചെയ്യും. ഭേദബുദ്ധി വെടിഞ്ഞ് രാഗദ്വേഷങ്ങൾ കുറയ്ക്കണം. അതിനായി സർവം ബ്രഹ്മമയം എന്ന് ഉറപ്പിക്കണം. ദൃശ്യസങ്കല്പങ്ങൾ കടന്നു വരുമ്പോൾ അവ പോലും ബ്രഹ്മമയമെന്നുറപ്പിച്ച് സങ്കല്പഭേദങ്ങളെ ഒഴിവാക്കണം. ഇതാണ് സമകാലത്തിലുള്ള അഭ്യാസം. ഓരോന്നോരോന്നായി ഇവ അഭ്യസിക്കാമെന്നു കരുതിയാൽ ചിരകാലം അഭ്യസിച്ചാലും ഫലിക്കാതെ പോകും. മനസ്സിന് ഏകാഗ്രതയില്ലാതെ വെറുതെ നാവുകൊണ്ട് ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ ഫലിക്കാതാവുന്നത് പോലെ ഇവ മൂന്നും ഒരുമിച്ച് അഭ്യസിക്കുമെങ്കിൽ എത്ര ബലമേറിയ ഹൃദയഗ്രന്ഥികളും താമരനൂലുകൾ പൊട്ടിച്ചിതറുന്നത് പോലെ പൊട്ടിച്ചിതറും. ഞാൻ, എൻ്റേത് എന്ന അഹന്താ മമതകളും രാഗദ്വേഷങ്ങളുമാണ് ഹൃദയത്തിൻ്റെ കെട്ടുകൾ. 245. ജന്മാന്തരശതാഭ്യസ്ഥാ രാമസംസാരസന്തതിഃ സാചിരാഭ്യാസയോഗേന
വിനാനക്ഷീയതേ ക്വചിത്. രാമ, 100 കണക്കിന് പൂർവ്വജന്മങ്ങളിൽ അഭ്യസിച്ചുറപ്പിച്ചതല്ലേ ഈ സംസാര സന്തതി? ചിരകാലത്തെ അഭ്യാസയോഗമില്ലാതെ അതൊരിക്കലും ക്ഷയിക്കുകയില്ല. നടന്നകന്നിടത്തോളം ദൂരം തിരിച്ചു നടന്നെങ്കിലല്ലേ വീട്ടിലെത്താൻ പറ്റൂ? നടന്ന് അകന്നിടത്തോളം ദൂരം തിരിച്ചു നടന്നെങ്കിലല്ലേ വീട്ടിലെത്താൻ പറ്റൂ? വാസനയും പ്രാണസ്പന്ദനവും ചിത്തബീജങ്ങളാണല്ലോ. അതുകൊണ്ട് മേൽപ്പറഞ്ഞ ഉപായങ്ങളോടൊപ്പം പ്രാണനിരോധവും കൂട്ടിച്ചേർക്കേണ്ടതാണ്. വാസന വേണ്ടവണ്ണം ഒഴിഞ്ഞു മാറിയാൽ ചിത്തമല്ലാതാകും. പ്രാണസ്പന്ദന നിരോധം കൊണ്ടും ഇത് സാധിക്കാം. രാമ, നിനക്കേതാണോ കൂടുതൽ എളുപ്പമെന്ന് തോന്നുന്നത് അത് സ്വീകരിക്കാം. പ്രാണായാമം ദൃഢമായി അഭ്യസിക്കുന്നത് കൊണ്ടും ഒരു സമർത്ഥനായ ഗുരുവിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം പറയുന്ന മറ്റുപായങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടും അശനാദി വേണ്ട പോലെ നിയന്ത്രിക്കുന്നത് കൊണ്ടും പ്രാണസ്പന്ദനം ക്രമേണ നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ നിസ്സംഗമായ ലോകവ്യവഹാരം കൊണ്ടും ലൗകിക സുഖഭാവന വെടിയുന്നത് കൊണ്ടും ശരീരം നശ്വര ജഡമാണെന്ന് ഉറപ്പുവരുത്തുന്നത് കൊണ്ടും വാസനയെ ക്ഷയിപ്പിക്കാവുന്നതാണ്. വാസനയുടെ ആക്രമണമില്ലെന്ന് വന്നാൽ പിന്നെ ചിത്തം ദോഷമൊന്നും ഉളവാക്കുകയില്ല. കാറ്റടിക്കുന്നില്ലെന്ന് വന്നാൽ പിന്നെ പൊടിപടലം ആകാശത്തെ ദുഷിപ്പിക്കുകയില്ലല്ലോ. പ്രാണചലനം തന്നെയാണ് ചിത്തചലനം. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ പ്രാണചലനത്തെ ജയിക്കാൻ യത്നിക്കേണ്ടതാണ്. വെറുതെ ഒരിടത്തിരുന്ന് വീണ്ടും വീണ്ടും മനസ്സിനെ ജയിക്കാൻ നോക്കിയതുകൊണ്ട് കാര്യമില്ല. മഹാന്മാർ കണ്ടെത്തിയിട്ടുള്ള യുക്തിപൂർവമായ അഭ്യാസം കൊണ്ടേ മനോജയം സാധ്യമാവൂ. ആത്മവിദ്യ വശത്താക്കുക, സത്യദർശികളുമായി ഇടപഴകുക, വാസന ഒഴിച്ചുമാറ്റുക, പ്രാണചലനം നിരോധിക്കുക. ഇതൊക്കെയാണ് ചിത്തജയത്തിനായി മഹാന്മാർ മുൻപോട്ട് വയ്ക്കുന്ന യുക്തികൾ. വർഷധാര കൊണ്ട് ഭൂമിയിലെ പൊടി അടങ്ങിക്കെട്ടുന്നത് പോലെ ഈ ഉപായങ്ങൾ കൊണ്ട് ചിത്തം അടങ്ങിക്കെട്ടും. ഈ ഉപായങ്ങൾ ഉള്ളപ്പോൾ അവയെ കണക്കിലെടുക്കാതെ ബലാൽ ചിത്തത്തെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവർ വിളക്കുകെടുത്തിയിട്ട് മഷികൊണ്ട് ഇരുട്ടു പോക്കാൻ ശ്രമിക്കുന്നവരെ പോലെ വിഡ്ഢികളാണ്. ഹഠയോഗാദി സാധനകൾ കൊണ്ട് ബലാൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന മൂഢന്മാർ താമര നൂലുകൊണ്ട് മതയാനയെ കെട്ടിനിർത്താൻ ശ്രമിക്കുന്നവരാണ്. ഹഠയോഗാദി സാധനകൾ കൊണ്ട് മുറിഞ്ഞ് ചിതറി ശക്തിഹീനയായി തീരുന്ന ബുദ്ധി പിന്നെ ഒരിക്കലും വിശ്വാസമുറയ്ക്കാതെ ഗ്രാമപ്രദേശത്ത് ചുറ്റി നടക്കുന്ന മാൻപേടയെപ്പോലെ അലഞ്ഞു തിരിയാൻ ഇടയാകും. 246 കാലം യജ്ഞ തപോദാന തീർത്ഥ ദേവാർച്ചനാഭ്രമൈഃ ചിരമാധിശതോപേതാഃ ക്ഷപയന്തി മൃഗായിവ. ജനങ്ങൾ വസ്തുതയറിയാതെ ജീവിതകാലം മുഴുവൻ യജ്ഞം, ദാനം, തപസ്, തീർത്ഥാടനം, ദേവാർച്ചന തുടങ്ങിയ ഭ്രമങ്ങളിൽ കൂടി അനേകതരം ആദിവ്യാധികളിൽ കുടുങ്ങി വേദനിച്ച് മൃഗങ്ങളെപ്പോലെ കഴിഞ്ഞുകൂടുന്നു. അല്ലയോ രാമ, യുക്തിരഹിതങ്ങളായ ഇത്തരം കാഴ്ചപ്പാടുകളൊക്കെ വിട്ട് ശുദ്ധമായ ബോധസത്യത്തെ ആശ്രയിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ അകറ്റി ജീവിതരംഗത്ത് സ്ഥിരതയോടെ കഴിഞ്ഞുകൂടും. ദൃശ്യക്കറ പുരളാത്തതും അത്യുത്തമവും ആദ്യമേയുള്ളതും ഏകവും സൃഷ്ടിരഹിതവുമായ ബോധസത്യത്തെ സമാശ്രയിക്കൂ. ഉള്ളിൽ സംശയരഹിതനായി നിലകൊള്ളൂ. എന്നിട്ട് ശമം അംഗീകരിച്ച് കർത്തൃഭാവം വെടിഞ്ഞ് കർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യൂ. രാമ, സത്യം വിചാരം ചെയ്തുറപ്പിച്ച് സ്വന്തം മനസ്സിനെ അല്പമെങ്കിലും വശത്താക്കാൻ ഒരാളിനു കഴിഞ്ഞാൽ അയാൾ ജന്മഫലം നേടിയതായി കണക്കാക്കാം. സത്യവിചാരത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിൽ സ്ഥലം പിടിക്കുമെങ്കിലും പിന്നെ അത് അഭ്യാസം കൊണ്ട് ശാഖോപശാഖയായി പടർന്നു പന്തലിച്ച് പെരുകിക്കൊള്ളും. പൂക്കൾ വിടർന്നു നിൽക്കുന്ന വിചാരവൃക്ഷം വേരുറച്ചു വളർന്നു തഴയ്ക്കുമെങ്കിൽ ചിന്തയാകുന്ന കൊടുങ്കാറ്റ് അതിൻ്റെ ഉറപ്പുറ്റ നിലവിൽ പിന്നെ ഒരിക്കലും ഇളക്കി മറിക്കുകയില്ല. അതിൻ്റെ ഉറപ്പുറ്റ നിലനിൽപ്പിനെ പിന്നെ ഒരിക്കലും ഇളക്കി മറിക്കുകയില്ല. നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ആരുടെ മനസ്സ് സത്യവിചാരത്തിന് വഴങ്ങുന്നില്ലയോ അവൻ മൃതനാണെന്ന് ധരിച്ചോളൂ. ഈ ജഗത്ത് എന്താണ്, ഞാൻ ആരാണ് എന്നീ ചോദ്യങ്ങൾക്കുത്തരം സ്വയം ചിന്തിച്ചറിയുകയോ അല്ലെങ്കിൽ സജ്ജനങ്ങളുമായി ചർച്ച ചെയ്തറിയുകയോ വേണം. 247 വിചാരോധ്യാത്മവിദ്യാനാം ജ്ഞാനമംഗവിദുർബുധാഃ ജ്ഞേയം തസ്യാന്തരേ വാസ്തി മാധുര്യം പയസോ യഥാ. കുഞ്ഞെ, അറിവുള്ളവർ പറയുന്നത് ആത്മവിദ്യയിലെ അറിവ് എന്ന് പറയുന്നതാണ് ഈ വിചാരമാണെന്നത്രേ.
കുഞ്ഞെ, അറിവുള്ളവർ പറയുന്നത് ആത്മവിദ്യയിലെ അറിവ് എന്ന് പറയുന്നത് ഈ വിചാരമാണെന്നത്രേ. പാലിനുള്ളിൽ മാധുര്യമെന്ന പോലെ വിചാരത്തിനുള്ളിൽ സത്യം ഒളിഞ്ഞിരിക്കുന്നു. സത്യമറിഞ്ഞ് സമദൃഷ്ടി വന്നു ചേരുന്നത് തന്നെയാണ് പരമാത്മാവ്. അവിടെ ഭയമില്ല, ആരിൽ നിന്നും ഒന്നും ആവശ്യമില്ല, വിവശതയില്ല, ദീനതയില്ല. നിറയെ മദ്യം സേവിച്ചവൻ മതമയനായി ഭവിക്കുന്നു. അതുപോലെ സത്യം ഉറപ്പുവന്നയാൾ സർവത്ര സമമായി നിറഞ്ഞു നിൽക്കുന്ന സത്യബ്രഹ്മമായിത്തീരുന്നു. ജ്ഞാനം ഉറപ്പുവരുന്നത് കൊണ്ട് മാത്രം ലോകത്തെല്ലാം പവിത്രമായിത്തീരുന്നു. അപവിത്രവും അപഥ്യവും വിഷം കലർന്നതും അഴുക്കു നിറഞ്ഞതും ചളിച്ചു പുളിച്ചതുമായ ഭക്ഷണ പദാർത്ഥം പോലും കഴിച്ചാലുടൻ ദഹിച്ച് സുഖമരുളുന്നു. വിഷവും നിവർത്തകവും ശുദ്ധമായ പാലും വെള്ളവും ചോറും തത്വജ്ഞനായ നിസ്സംഗൻ സമബുദ്ധിയോടെ ആസ്വദിക്കുന്നു. ജീവിതത്തെ അപഹരിക്കാനെത്തുന്ന ശത്രുവിനെയും പോഷിപ്പിക്കാനെത്തുന്ന മിത്രത്തെയും പ്രസാദമധുരമായ കണ്ണുകൊണ്ട് സമഭാവനയോടെ നോക്കിക്കാണുന്നു. ജ്ഞാനി ഒരിക്കലും ആരുടെയും ആളല്ല. വിഷയങ്ങളിൽ മുങ്ങിപ്പോകാതെ ആദിലേശവുമില്ലാത്ത ബുദ്ധി കൊണ്ട് അവയെ കണ്ട് കൈകാര്യം ചെയ്യുന്നു. തത്വമറിയാത്തവർക്ക് ജീവിതത്തിൽ വിശ്രമമേയില്ല. അവരുടെ ആത്മാവിന് സ്ഥിരതയില്ല. അവരെ ഇന്ദ്രിയങ്ങൾ തളിരുകളെ മാനുകളെന്ന പോലെ ചവച്ച് അകത്താക്കുന്നു. വീണ്ടും വായിക്കാം. അറിവുള്ളവർ പറയുന്നത് ആത്മവിദ്യയിലെ അറിവ് എന്ന് പറയുന്നത് ഈ വിചാരമാണെന്നത്രേ. പാലിനുള്ളിൽ മാധുര്യമെന്ന പോലെ വിചാരത്തിനുള്ളിൽ സത്യം ഒളിഞ്ഞിരിക്കുന്നു. 248 പദ്യം. സംഘഃ കാരണമർത്ഥാനാം സംഘഃ സംസാരകാരണം സംഘഃ കാരണമാശാനാം സംഘഃ കാരണമാപദാം. സംഘമാണ് ബൗദ്ധിക ധനാർജനത്തിന് കാരണം. സംഘമാണ് സംസാരബന്ധത്തിന് കാരണം. സംഘമാണ് ആശകൾക്ക് കാരണം. സംഘമാണ് ആപത്തുകൾക്ക് കാരണം. 249. സംഘത്യാഗം വിദുർമോക്ഷം സംഘത്യാഗം അജന്മത സംഘം ത്യജ ത്വം ഭാവാനാം ജീവൻ മുക്തോ ഭവാനഘാം. സംഘത്യാഗമാണ് മോക്ഷം. സംഘത്യാഗമാണ് ജന്മമില്ലായ്മ. അതുകൊണ്ട് രാമ, പദാർത്ഥങ്ങളോടുള്ള സംഘം ഉപേക്ഷിക്കൂ. പരിശുദ്ധനായ രാമ, സംഘം ഉപേക്ഷിച്ച് ജീവൻ മുക്തനായി ജീവിതം നയിക്കൂ. ഇത്രയുമായപ്പോൾ രാമൻ ചോദിച്ചു, സംശയമാകുന്ന മൂടൽമഞ്ഞിന് ശരത്കാല മാരുതനായ ഭഗവാൻ, എന്താണ് ഈ സംഘം? ചുരുക്കമായും സ്പഷ്ടമായും അതൊന്ന് പറഞ്ഞു തരൂ. വസിഷ്ഠൻ പറഞ്ഞു, രാമ, സംഘം എന്താണെന്ന് കേട്ടോളൂ. 250 ശ്ലോകം 250. ഭാവാഭാവപദാർത്ഥാനാം ഹർഷാമർഷ വികാരദ മലിനാവസാനൈഷാ സാ സംഘ ഇതി കഥ്യതേ. ഭാവാഭാവപദാർത്ഥാനാം, തൽക്കാലമുള്ളതും ഇല്ലാത്തതുമായ ജഡവിഷയങ്ങളിൽ ഹർഷാമർഷവികാരത, സന്തോഷവും സന്താപവും തോന്നത്തക്ക വിധം വേണമെന്നും വേണ്ടെന്നും ഉള്ള ഭാവത്തെ ജനിപ്പിക്കുന്ന മലിനവാസന യാതൊന്നാണോ സാ സംഘമിതി കഥ്യതേ, അതാണ് സംഘമെന്ന് പറയപ്പെടുന്നത്. തൽക്കാലമുള്ളതും ഇല്ലാത്തതുമായ ജഡവിഷയങ്ങളിൽ സന്തോഷവും സന്താപവും തോന്നത്തക്ക വിധം വേണമെന്നും വേണ്ടെന്നുമുള്ള ഭാവത്തെ ജനിപ്പിക്കുന്ന മലിനവാസന യാതൊന്നാണോ അതാണ് സംഘമെന്ന് പറയപ്പെടുന്നത്. തൽക്കാലമുള്ളതും ഇല്ലാത്തതുമായ ജഡവിഷയങ്ങളിൽ സന്തോഷവും സന്താപവും തോന്നത്തക്ക വിധം വേണമെന്നും വേണ്ടെന്നുമുള്ള ഭാവത്തെ ജനിപ്പിക്കുന്ന മലിനവാസന യാതൊന്നാണോ അതാണ് സംഘമെന്ന് പറയപ്പെടുന്നത്. സാ സംഘ ഇതി കഥ്യതേ. ജഡവിഷയങ്ങളിൽ വേണമെന്നും വേണ്ടെന്നുമുള്ള ഭാവമാണ് സംഘം. ഈ രണ്ട് ഭാവങ്ങളും ഒരുപോലെ സന്തോഷവും സന്താപവും ജനിപ്പിക്കുന്നവയാണ്. വേണമെന്ന് തോന്നുന്ന പദാർത്ഥം കിട്ടിയാൽ സന്തോഷം, കിട്ടാതിരുന്നാൽ സന്താപം. ഇനിയും അവനവന് വേണമെന്ന് തോന്നുന്ന പദാർത്ഥം മറ്റൊരാൾക്കു കിട്ടിയാൽ സന്താപം, കിട്ടാതിരുന്നാൽ സന്തോഷം. വേണ്ടെന്ന് തോന്നുന്നത് കിട്ടാതിരുന്നാൽ സന്തോഷം, കിട്ടിയാൽ സന്താപം. അവനവന് വേണ്ടാത്തത് അന്യർക്കു കിട്ടിയാൽ സന്തോഷം, കിട്ടാതിരുന്നാൽ സന്താപം. മനുഷ്യലോകത്തിൻ്റെ സകല സുഖദുഃഖങ്ങൾക്കും കാരണം ഈ വണ്ണം. മനുഷ്യലോകത്തിൻ്റെ സകല സുഖദുഃഖങ്ങൾക്കും കാരണം
ഈ വേണം വേണ്ടായികയാണെന്ന് ചിന്തിച്ചാൽ കാണാൻ കഴിയും. ഈ വേണം വേണ്ടായിക തന്നെയാണ് സംഘം. സത്യബോധം കൊണ്ട് ഉള്ളിൽ നിന്നും ഈ സംഘം ഒഴിവാക്കാമെങ്കിൽ സദാ സന്തോഷം, സുഖം. സംഘം മലിനവാസനയാണ്. മരണവേളയിലും സംഘം ബാക്കി നിന്നാൽ അത് അനുഭവിക്കാനായി വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സംഘം മലിനവാസന എന്ന് പറഞ്ഞത്. വസിഷ്ഠൻ തുടർന്നു, ജീവൻ മുക്തന്മാരിൽ ഈ മലിനവാസന അവശേഷിക്കുന്നില്ല. ഹർഷവിഷാദങ്ങൾക്ക് ഒരിക്കലും വഴങ്ങാത്ത ശുദ്ധവാസനയാണ് അവരെ നയിക്കുന്നത്. ഒന്നിലും വേണമെന്നോ വേണ്ടെന്നോ അവർക്ക് നിർബന്ധമില്ല. ജീവൻ മുക്തി നേടാത്ത ദീനന്മാരായ മൂഢബുദ്ധികളിലാണ് മലിനവാസനാരൂപത്തിലുള്ള സംസാര കാരണമായ ഈ സംഘം നിലനിൽക്കുന്നത്. സന്തോഷം, അമർഷം, ദുഃഖം എന്നീ വികാരങ്ങൾക്ക് വശപ്പെടുന്നതാണ് ബന്ധം. ഈ ബന്ധത്തിന് ഹേതുവായ വാസനയാണ് മലിനവാസന. മുക്തന് എല്ലാം സത്യസ്വരൂപമായതുകൊണ്ട് അന്യഭാവം കൊണ്ടുണ്ടാകുന്ന ഹർഷ അമർഷങ്ങൾ സംഭവിക്കുന്നതേയില്ല. അദ്ദേഹം രാഗഭയക്രോധങ്ങൾക്കൊന്നും വഴങ്ങാതെ സദാ നിസ്സംഗനായി വർത്തിക്കുന്നു. ദുഃഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം വാടുന്നില്ല. ഭൗതിക സുഖം കൊണ്ട് വിശേഷിച്ച് മുഖം വികസിക്കുന്നുമില്ല. ആശാവൈവശ്യത്തിലൊന്നും ചെന്നുപെടാതെ അദ്ദേഹം സദാ നിസ്സംഗനായി തന്നെ വർത്തിക്കുന്നു. രാമ, നീയും അങ്ങനെ തന്നെ ജീവിതം നയിക്കൂ. സമ്പത്തിലും വിപത്തിലും അക്ഷോഭ്യനായി നീ സമനിലയിൽ വർത്തിച്ചുകൊണ്ട് വന്നു ചേരുന്ന കാര്യങ്ങൾ വേണ്ട പോലെ നിർവഹിക്കുമെങ്കിൽ നിസ്സംഗഭാവം ഉറപ്പു വന്നു എന്ന് കരുതാം. എപ്പോഴും എല്ലാറ്റിലും സത്യം ദർശിച്ച് സമഭാവനയോടെ ഉള്ളിൽ ദീനഭാവം ലേശവുമില്ലാതെ തത്കാലം എന്താണ് ചെയ്യേണ്ടത് അത് ഭംഗിയായി ചെയ്ത് നിസ്സംഗനായി സുഖത്തോടെ കാലം കഴിക്കൂ രാമ. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ ഉപശമപ്രകരണേ ആകാശഗത്യഭാവാദി നിരൂപണം നാമ ദശമഹാസർഗഃ. ഉപശമപ്രകരണം സമാപ്തം. 6. നിർവാണപ്രകരണം. സർഗം 1. ഭൂഷുണ്ടോപാഖ്യാനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.